നമ്മൾ ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ സാധാരണക്കാരല്ല. പിശാച് നമ്മളെ എന്തുമാത്രം വെറുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വെറുപ്പിന് കാരണം പിശാചിന്റെ ശത്രുവായ ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആ ഒറ്റ കാരണത്താലാണ്. വേടന്റെ അമ്പ് പോലെയാണ്. വേടൻ ഒരു പക്ഷിക്കൂടത്തിൽ അമ്പ് ചെയ്താൽ മുറിവേറ്റതിന്റെ പുറകെ വേടൻ ഓടിയല്ല, പരിക്ക് പറ്റിയതിന്റെ പുറകെ വേടൻ ഓടിയല്ല. വേടൻ പറന്നകലുന്ന പക്ഷിയുടെ പുറകെ പോകും. എന്തുകൊണ്ടാണെന്നറിയാമോ? മുറിവേറ്റത് അവൻ്റെതാണ്, ചത്തത് അവരാണെന്നുള്ള യാതൊരു സംശയം വേണ്ട. കാരണം അവനെടുക്കാം. പറന്നു പോകുന്നത് അവൻ്റെതല്ല. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നിറഞ്ഞ് വിശുദ്ധിയിൽ പറന്നുയരുന്നവരാണ്. നമ്മളെയാണ് വേടം മുട്ടുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞേക്കുന്നത് പിശാച് ഭ്രാന്ത് പിടിച്ചവർ. കാരണം അവന്റെ സമയം എണ്ണപ്പെട്ടിരിക്കുകയാണ്. മക്കളായിരിക്കെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം നമുക്കൊരു മാൻഡേറ്റ് തന്നിട്ടുണ്ട്. കർത്താവായ മിശിഹ സ്വർഗ്ഗത്തിലേക്ക് എടുക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ അതിർത്തി വരെ പോയി എന്റെ സുവിശേഷം അറിയിക്കുവിൻ, സർവാർത്ത പ്രഘോഷിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയണം. നമ്മൾ നദീതീരത്ത് നട്ട വൃക്ഷം പോലെയാണെന്നാണ്. നദീതീരത്ത് നട്ട വൃക്ഷത്തിന് എന്റെ ഗുണം എന്താ? വരൾച്ചയെ ഭയപ്പെടുന്നില്ല. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവിന്റെ നിയമത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു രാവും പകലും. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ബലം തരുന്നതും ഇല പൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ആര്? കർത്താവിന്റെ നിയമത്തിൽ ആനന്ദിക്കുന്നവന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ആരാ കർത്താവിന്റെ നിയമത്തിൽ ആനന്ദിക്കുന്നത്? കർത്താവിന്റെ മക്കള്. ആരാണ് കർത്താവിന്റെ മക്കൾ എന്ന് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതാണ്. അവനെ രക്ഷകനായി സ്വീകരിച്ച് ഏവരും അവൻ ദൈവമക്കളാകാനുള്ള അവകാശം നൽകി. ആര്? യേശു ക്രിസ്തു. യോഹന്നാന്റെ വചനത്തിൽ പറയുന്നതാണ്. അങ്ങനെയുള്ള ഒരാള് അവന്റെ നിയമത്തിൽ ആനന്ദിക്കും.